ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വാട്ടർ പ്ലാന്റ് നടുന്ന രീതിയാണ്. വാട്ടർ പ്ലാന്റിൻ്റെ പേര് വാട്ടർ പോപ്പി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. എല്ലാവർക്കും വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ ഒരു ട്രേ എടുത്തു. ആ ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ കേക്കൊക്കെ മേടിക്കുമ്പോൾ അത് പാഴ്സലാക്കി തരുന്ന ട്രേ ആണേ. അപ്പോൾ അത് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. പോട്ടി മിക്സ് വേറൊന്നുമില്ല, മണ്ണും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു പോട്ടി മിക്സാണേ. അത് ഒരു ചെറിയ കനത്തിന് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ ചെടി നമുക്ക് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ. ഒരു 6 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ചെടി വെക്കാൻ. വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട്. കുറേശ്ശെയായിട്ട് പെട്ടെന്ന് അഴുകി പോവില്ല, കുറേശ്ശെയായിട്ട് ഇത് നശിച്ചു പോകും ഈ ചെടി. അപ്പോൾ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യരുത്. നേരിട്ട് സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നേരം സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇലയൊക്കെ കരിഞ്ഞു പോകും. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിക്കുന്നതിനും ഒരു കണക്കുണ്ട്. വെള്ളം ഈ ചെടിക്ക് തോനെ ആഴത്തിലൊന്നും വളരാൻ പറ്റത്തില്ല. കുറച്ച് ഒരു നമ്മൾ വലിയ കുളങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ കുളങ്ങളുടെ സൈഡിലൊക്കെ ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വലിയ കുഴിയുള്ള പോട്ടിലൊന്നും വെക്കാനും പാടില്ല. വെച്ച് കഴിഞ്ഞാൽ ഇത് കിളിക്കൂല. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ബേസിനകത്ത് നട്ടിരുന്ന ചെടിയാണേ. അതിൽ നിന്ന് ഞാൻ 2-3 തൈകൾ പിഴുതെടുക്കുക. ഇപ്പോൾ ഈ പിഴുതെടുക്കുന്നത് ആ ബേസിനകത്ത് തന്നെ കുറേ ഉണ്ടായിരുന്നതാ. പക്ഷേ ഞാൻ വെയിൽ നന്നായിട്ട് കിട്ടാത്ത സ്ഥലം ആയതുകൊണ്ട് അത് കുറേശ്ശെയായിട്ട് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്ത് വെക്കുന്നതാണേ. ഇതിനകത്ത് നിറയെ ഉണ്ടായിരുന്നതാ. പിന്നെ ഇതിനകത്ത് പൂക്കളുണ്ടാവും. മഞ്ഞ കളറിലുള്ള പൂവാണേ. അത് ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ, എന്നാൽ കൂടി അത് കുറേ വിരിയും. ഈ പോട്ട് നിറച്ച് വിരിഞ്ഞ് നിൽക്കും, അതേമാതിരി വിരിയും. ഒരു 2-3 ദിവസം കൊണ്ട് അതിന് മൊട്ട് പൊങ്ങി വരും. ഇങ്ങനെ താഴെ നിന്ന് വെള്ളത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അത് ഒരു രാവിലെ വിരിഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് അത് കൂമ്പിപ്പോവുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് മീനുകൾ കിടപ്പുണ്ട്. ഞാൻ മീനും കൂടെ ഇട്ടേക്കുന്ന ഒരു ബേസിനാണേ. പിന്നെ ഇതിന് വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് DAP ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ അലിച്ചിട്ട് കൊടുക്കുകയോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിനകത്തെങ്ങാനും ചുരുട്ടി ആ വെള്ളത്തിൻ്റെ അടിയിലേക്ക് മണ്ണിലേക്ക് പൂഴ്ത്തി വെച്ച് കൊടുക്കുകയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് വളർന്നു തുടങ്ങുമ്പോഴത്തേന് ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഗപ്പീനെയൊക്കെ ഇട്ട് കൊടുക്കാം. മീനിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കുമല്ലോ, അത് കഴിയുമ്പോൾ മീനിൻ്റെ വേസ്റ്റ് വരുമല്ലോ, ആ വേസ്റ്റും നല്ലൊരു വളമാണേ. അതായാലും മതി. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴൊന്നും ഇനി വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു വാട്ടർ പ്ലാന്റ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. ഈ പ്ലാന്റ് പിന്നെ പെറ്റ് ഷോപ്പിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പോപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തരും. അതിന് കൂടുതൽ വലിയ പൈസയൊന്നും ആവില്ല. ഇതേമാതിരി ഒരു പീസൊക്കെ കിട്ടുന്നതിന് ചിലപ്പോൾ 50 രൂപയൊക്കെ ആയിരിക്കാം, എനിക്ക് തോന്നുന്നതാ. അപ്പോൾ അല്ലാതെ വലിയ ട്രെയിലൊക്കെ കിട്ടും, അതൊക്കെ ഭയങ്കര പൈസയാവും. കാരണം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും അങ്ങനെ. അതിനൊക്കെ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതേമാതിരി ഒരു തൈയോ അല്ലെങ്കിൽ 2 തൈയോ മേടിച്ചാൽ മതി. എന്നിട്ട് ഇതേമാതിരി ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ മണ്ണിനകത്ത് നട്ടുവെച്ചതിന് ശേഷം
ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ മണ്ണ് കട്ടി കുറവാണല്ലോ, അപ്പോൾ അതിന് ഏത് പ്ലാന്റ് ആയാലും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെടി പൊങ്ങിപ്പോരും. അപ്പോൾ അത് പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ വേരിനകത്തേക്ക് അടുപ്പിച്ച് ഒരു ചെറിയ കല്ലൊക്കെ വെച്ച് കൊടുക്കാം ഭാരമായിട്ട്. അപ്പോൾ ഈ ചെടി പൊങ്ങി വരത്തില്ല. ഞാൻ ഇപ്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ കല്ല് വെച്ച് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചെടി അതിൻ്റെ കൂടെ ഇനി പൊങ്ങിപ്പോരും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ചെടിയുടെയും ചുവട്ടിൽ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലേ അത് നല്ല ഇതായിട്ടിരിക്കുകയുള്ളൂ. പിന്നെ ഒരു 2 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വേസ്റ്റുകളൊക്കെ വന്ന് നിൽക്കും. അതെല്ലാം കോരി കളഞ്ഞിട്ട് നമുക്ക് അത് ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഇനി ഇതിനകത്ത് മീൻ ഇടണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴൊന്നും ഇടരുത്. ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ നല്ല ക്ലീൻ ആയതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ചെറിയൊരു മിനി അക്വേറിയം കൂടെ നമുക്ക് ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം വലിയ ചിലവില്ലാണ്ട്. ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് ഒരുവിധം തൈകളൊക്കെ ഇപ്പുറത്തുനിന്ന് വേരിൽ നിന്നൊക്കെ പൊട്ടി വരുന്നുണ്ട്, പുതിയ തൈകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് കമൻറ്റും ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക്